എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം. ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത് സീസർ സൈഫർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എസ്പെഷ്യലി ഒരു സീസർ സൈഫറിൻ്റെ ഒരു പ്രോഗ്രാമാണ് നമ്മളുടെ പൈത്തണിൽ എഴുതാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സീസർ സൈഫർ? 100 BCയിൽ ജൂലിയസ് സിസാർ ഫീൽഡിലുള്ള ജനറൽസിന് വേണ്ടി സീക്രട്ടായിട്ട് മെസ്സേജ് അയക്കാൻ ഉപയോഗിച്ചൊരു ക്രിപ്റ്റോഗ്രാഫിക് മെത്തേഡാണ് സീസർ സൈഫർ. ഇനി എന്താണ് സീസർ സൈഫറിൽ ജൂലിയസ് സിസാർ ചെയ്തത്? പുള്ളിക്ക് നോർമൽ മെസ്സേജ് പുള്ളി ഈച്ച് വേർഡ് 3 ക്യാരക്ടേഴ്സ് വെച്ച് റൈറ്റിലേക്ക് പുള്ളി ഷിഫ്റ്റ് ചെയ്തു. സോ എ എന്നുള്ള ക്യാരക്ടർ 3 ക്യാരക്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ആവും, BCD. അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഓട്ടോമാറ്റിക്കലി സാധാരണ ഒരു മനുഷ്യന് വായിക്കാൻ പറ്റുന്ന ഒരു പ്ലെയിൻ ടെക്സ്റ്റ് പെട്ടെന്ന് അൺറീഡബിൾ ആവും, അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രഫിക് ആവും. അങ്ങനെയുള്ള മെത്തേഡിനെയാണ് സീസർ സൈഫർ എന്ന് വിളിക്കുന്നത്. പ്ലസ് ഈ സീസർ സൈഫർ ക്യാരക്ടേഴ്സ് വെച്ച് ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ എന്ന് വിളിക്കുന്നുണ്ട്. ഇത്രയും ബേസിക്കലി നമുക്ക് മനസ്സിലായാൽ മതി സീസർ സൈഫർ ചെയ്യാൻ. ഈ നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഇൻപുട്സ്. നമ്മുടെ ഇൻപുട്സ് ബേസിക്കലി 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ഇൻഫർമേഷനാണോ ഫീൽഡിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്, അല്ലെങ്കിൽ സീസർ എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഒരു ടെക്സ്റ്റും, പിന്നെ എത്ര ക്യാരക്ടേഴ്സ് വെച്ച് നമ്മളത് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ള നമ്പറും. ഈ 2 ഇൻപുട്സ്. നമുക്കിനി ഇതിൻ്റെ പ്രോഗ്രാമിങ്ങിലേക്ക് കിടക്കാം. പൈത്തൺ വെച്ചായിരിക്കും ഞാനത് ചെയ്യുന്നത്. നമുക്ക് ബേസിക്കലി ഐപൈത്തൺ വെച്ച് തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആദ്യമേ. എന്നിട്ട് നമുക്ക് പ്രോപ്പറായിട്ടൊരു പ്രോഗ്രാം അതിൻ്റെ മേളിൽ നമുക്ക് ഉണ്ടാകാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യാം. സീസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഫൈൻ സീസർ. 1 second. Caesar. ഓക്കെ, നമുക്കൊരു പ്ലെയിൻ ടെക്സ്റ്റ് വേണം. സോ പ്ലെയിൻ ടെക്സ്റ്റ് ആൻഡ് ഷിഫ്റ്റ്. ഓക്കെ, നമുക്ക് നമ്മുടെ ബേസിക് ഫംഗ്ഷൻ നമ്മൾ റൈറ്റ് ചെയ്യാൻ പോവാണ്. ഇനി ഇതിനകത്താണ് നമ്മുടെ ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ ക്രിപ്റ്റ് ആക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നോൺ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന ടെക്സ്റ്റിൻ്റെ ഈച്ച് വേർഡ് നമ്മൾ എടുക്കണം. സോ നമുക്കത് ചെയ്ത് നോക്കാം. സോ നമുക്കതിനെ എങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും? ബെസ്റ്റ് വേ ടു സ്റ്റോർ എന്ന് പറയുന്നത്, നമുക്കൊരു ക്യാരക്ടർ എന്നൊരു വേരിയബിൾ ഉണ്ടാക്കാം. ക്യാരക്ടർ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് തിങ് നമുക്കൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് വേണം. ഫോർ അണ്ടർസ്കോർ ഇൻ പ്ലെയിൻ ടെക്സ്റ്റ് നമ്മളൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി. സോ ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈച്ച് ക്യാരക്ടേഴ്സ്, ആ പ്ലെയിൻ ടെക്സ്റ്റുള്ള ഈച്ച് ക്യാരക്ടറിനെ ഇത് ട്രാവേഴ്സ് ചെയ്തു പോകും. ക്യാരക്ടർ ഈക്വൽ ടു പ്ലെയിൻ ടെക്സ്റ്റ് ഓഫ് അണ്ടർസ്കോർ. സോ ബേസിക്കലി ചെയ്യുന്നത്, ഈച്ച് ക്യാരക്ടേഴ്സ് നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് പോവുകയാണ്. നമുക്കിനി നമ്മുടെ ലൂപ്പിംഗ് നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് പോവാം. ഓക്കെ, 1 second. If character dot അപ്പർ കേസ് ലോവർ കേസ് ക്യാരക്ടേഴ്സ് നമ്മൾ എപ്പോഴും പ്ലെയിൻ ടെക്സ്റ്റ് കാണും. സോ നമുക്ക് അതിനെ രണ്ടിനെയും വേർതിരിച്ചാലേ ഈ അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ റീസൺസ് ഞാൻ കുറച്ചുകൂടി കഴിയുമ്പോൾ പറയാം. 1 second. ഈ സപ്പർ ഡിപ്രീഷിയേറ്റ് ഉള്ളതെന്ന് നോക്കണം. ഈ സപ്പർ ഇൻ പൈത്തൺ 3. പൈത്തൺ 3 ഈ സപ്പർ ഡിപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. സോ ബട്ട് ഐ ഗസ്
ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനുള്ളത് പ്രോഗ്രാമിംഗ് രീതിയിൽ നമുക്ക് ഈ ക്യാരക്ടേഴ്സിനെ 3ആയിട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഈ ക്യാരക്ടേഴ്സിൻ്റെ ആസ്കി കോഡ് എടുക്കണം. എന്നിട്ട് ആ ആസ്കി കോഡിൽ നിന്ന് നമുക്കിതിനെ സബ്സ്ട്രാക്ട് ചെയ്യണം, എങ്കിലേ ഇത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആകത്തുള്ളൂ. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫൈനൽ സൈഫറിന് നമുക്ക് ടേം ചെയ്യാം. നമുക്ക് കിട്ടുന്ന സാധനത്തിന് സൈഫറിന് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഫറിനെ ഓർഡർ എന്നുള്ളൊരു സംഭവമുണ്ട്. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ക്യാരക്ടറിൻ്റെ ആസ്കി കോഡ് കിട്ടുന്നതാണ്, ആ ഓർഡർ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഓർഡർ ഓഫ് ക്യാരക്ടർ പ്ലസ് പക്ഷെ നമുക്കൊരു കാര്യമുണ്ട്, നമുക്കിതിൻ്റെ ക്യാരക്ടറാണ് വേണ്ടത്. അപ്പം നമുക്ക് CHR ക്യാരക്ടർ ഓഫ് ഓർഡർ ഓഫ് ക്യാരക്ടർ പ്ലസ് സിൻസ് ഇത് അപ്പർ കേസ് ആയതുകൊണ്ട് അപ്പർ കേസ് ലെറ്റേഴ്സ് ആസ്കിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. മാൻ ആസ്കി എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാൻ പറ്റും ക്യാപിറ്റൽ A സ്റ്റാർട്ട് ചെയ്യുന്നത് 65-ലാണ്. ക്യാപിറ്റൽ A 65 സ്റ്റാർട്ട് ചെയ്യുന്നു, സ്മോൾ a സ്റ്റാർട്ട് ചെയ്യുന്നത് 97-ലാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡെസിമൽ ഫോമാണ്. സോ നമുക്ക് എത്ര ക്യാരക്ടർ വെച്ചാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് ആ നമ്പറിൽ നിന്ന് നമുക്ക് ഇത് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ നമുക്കിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് -65 അല്ലായിരുന്നു, ഷിഫ്റ്റ് -65. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന വാല്യൂവെ നമുക്ക് 26 വെച്ചിട്ട് എന്താ ചെയ്യണ്ടേ, 26 വെച്ചിട്ട് ഡിവൈഡ് എന്താണ് പറയുന്നത്, ഞാൻ ഈ ഓപ്പറേഷൻ്റെ പേര് ഞാൻ മറന്നുപോയി. പ്രോഗ്രാമിൽ എന്ത് ഡിവിഷനായിരുന്നു? സെക്കൻഡ്. യെസ്, മോഡുലസ്. മോഡുലസ് ഓപ്പറേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. 1 second. Yeah, modulus of 26. ഇപ്പോൾ നമുക്ക് എത്ര ക്യാരക്ടേഴ്സ് മുമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ള നമ്പർ കിട്ടും, അതല്ലെങ്കിൽ ഏത് ക്യാരക്ടറാണ് വേണ്ടതെന്നുള്ളത് കിട്ടും. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ബേസിക്കലി ഈ കിട്ടുന്ന വാല്യൂ പ്ലസ് 65, കാരണം 65-ൽ നിന്ന് റൈറ്റിലേക്ക് എത്ര ക്യാരക്ടർ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ള നമ്പറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം അത് കിട്ടിയിരിക്കും. അതേപോലെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. അവിടെ ലോവർ കേസ് ആണെങ്കിൽ അവിടെ നമുക്ക് സൈഫർ ഈക്വൽ ടു ക്യാർ ഓഫ് ഓർഡർ ഓഫ് CTR ക്യാരക്ടർ ഷിഫ്റ്റ് -97 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒന്ന് മാനാസ്കി നോക്കാം. 97 തന്നെയാണ്. A65 സ്മോൾ 97 മോഡുലൈ 26 ആൻഡ് പ്ലസ് 65 വരെ നമ്മളോട് 97 വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, മൈ ബാഡ്. ഓക്കെ, ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സീസറിൻ്റെ ബേസിക് സംഭവങ്ങൾ കഴിയും. ഓക്കെ, നമ്മളിപ്പം നമുക്കിനി സീസർ കോൾ ചെയ്തു, പക്ഷെ നമ്മൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല, അത് വേറൊരു കാര്യം.
നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അതോടെ കൊടുക്കാം. Cipher. ഓക്കെ, നമുക്കിനിയും Cipher ഹലോ വേൾഡ് ഇവിടെ നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാം. നമുക്ക് ABC എന്ന് കൊടുക്കാം, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് 3 എന്ന് കൊടുക്കാം. In those string indices must be integers. Okay. ഓക്കെ, നമുക്കിവിടെ പറ്റിയത് ബേസിക്കലി ഒന്നുമില്ല. Character is equal to യെസ്, അണ്ടർസ്കോറിന് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ ഈക്വൽ ടു അണ്ടർസ്കോർ എന്ന് കൊടുത്താൽ മതിയായിരുന്നു. അത് വർക്ക് ചെയ്യുമെന്ന് നോക്കാം. എനിക്കൊരു ചെറിയ സംശയം വർക്ക് ചെയ്യുമെന്ന്. മേ ബി ഇറ്റ് വിൽ വർക്ക്. ഓക്കെ, എഫ് മാത്രമേ ഉള്ളല്ലേ? മനസ്സിലായി. ഇവിടെ ഇപ്പോൾ ഇഷ്യൂ നമുക്ക് ഒറ്റ ക്യാരക്ടറെ കാണിച്ചുള്ളൂ. കാരണം സിന്ന് 3 ക്യാരക്ടർ ഷിഫ്റ്റ് കഴിഞ്ഞാൽ ABCD EF യാ. സോ പ്ലസ് ആൻഡ് പ്ലസ്. വാട്ട് അബൌട്ട് നൗ? ഓപ്സ്, space bar 11 plus is equal to I guess ഇപ്പോൾ വർക്ക് ആവുമായിരിക്കും. രണ്ട് സൈഫർ Cipher reference before argument. ഇത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ സൈഫറിനെ ഡിഫൈൻ ചെയ്തില്ലായിരുന്നു. Maybe this will solve it. അത് വർക്ക് ചെയ്തിരിക്കുന്നു. BCD യാ, കറക്റ്റാണ്. വളരെ കറക്റ്റായിട്ട് സാധനം വർക്ക് ചെയ്തു. സോ നമുക്കിനി ഇതൊരു പ്രോപ്പർ പ്രോഗ്രാമായിട്ട് ചെയ്യാം. നമുക്കിപ്പം ഇതിൻ്റെ ഫങ്ഷൻ ഉണ്ടാക്കി. പ്രോഗ്രാമിങ് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രാം വളരെ നൈസായിട്ടായിരിക്കണം കാണുന്നവർക്കൊരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. വെയിറ്റ്, വേണ്ട, ഇത് വിസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് പെർസെൻറ്റേജ് ഹിസ്റ്ററി. സോ ലാസ്റ്റ് ഫങ്ഷൻ കറക്റ്റായിട്ടാണ് വന്നത്. ഓക്കെ, Cipher.py. Okay, define Cipher if underscore equal to my bad underscore name equal to underscore name.
ടെക്സ്റ്റ് നമുക്ക് യൂസേഴ്സിനോട് തന്നെ ചോദിക്കാം. അതേപോലെ ഷിഫ്റ്റ് എത്ര ചെയ്യേണ്ടത് നമുക്ക് ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചേക്കാം. ഷിഫ്റ്റ് 4 എന്ന് കൊടുത്തേക്കാം. എന്നിട്ട് നമുക്ക് സീസർ എന്ന് പറഞ്ഞ മെത്തേഡിനെ നമുക്ക് ഡയറക്റ്റ്ലി കോൾ ചെയ്യാം. സീസർ ടെക്സ്റ്റ് ആൻഡ് ഷിഫ്റ്റ്. നൈസ്. I guess this should work. Python 3 cipher.py abc വർക്ക് ചെയ്തു. നമുക്ക് ഇച്ചിരി നൈസായിട്ട് പറഞ്ഞു കൊടുക്കണം. ഹലോ വേൾഡ്. സി പെട്ടെന്നൊരു പേഴ്സൺ വായിച്ച് നമുക്ക് എന്താണ് കിട്ടിയതെന്ന് പോലും മനസ്സിലാകത്തില്ല. അപ്പം ഇങ്ങനെയാണ് നമുക്കൊരു സൈഫർ പൈത്തണിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഹോപ്പ് എവരി വൺ ലൈക്ക് ദ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പ്രോഗ്രാമിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ഓക്കെ, എനിവേ താങ്ക്സ്, ടേക്ക് കെയർ, ബൈ.